നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ JSS ഡെന്റൽ കോളേജിന്റെ പരിസരത്താണ്. ഇവിടെ ഒരു 2 മാസം മുന്നേ ഞാനൊരു ബിരിയാണി സെന്റർ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാനിവിടെ എത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ JSS കോളേജിന്റെ പരിസരത്തുള്ള വിദ്യാർത്ഥികളൊക്കെ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. കേവലം 60 രൂപയ്ക്ക് ഫുള്ള് കോഴി ബിരിയാണി ഞങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. പിന്നെ അതോടൊപ്പം നാട്ടിൽ നിന്ന് മൈസൂർ കാണാൻ വരുന്നവർക്കും താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. 60 രൂപയ്ക്ക് ഫുള്ള് കോഴി ബിരിയാണി എന്ന് പറയുന്നത് മൈസൂർ പോലുള്ള വലിയൊരു നഗരത്തിൽ കിട്ടുക എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ബിരിയാണി എന്ന് പറയുന്നതിലൊരു കോംപ്രമൈസ് ഇല്ല, വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 60 രൂപയ്ക്കാണ് ഞങ്ങൾ ബിരിയാണി കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതാണ് പിന്നെ ഷെഫ്, എന്റെ ഫ്രണ്ടാണ് മിഥുനാണ്. കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ്. പിന്നെ നമ്മള് ബിരിയാണി സെന്റർ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഹോട്ടൽ പോലെയൊന്നും അല്ല നമ്മൾ നടത്തുന്നത്. ഇവിടെ വീട്ടിൽ തന്നെ നമ്മൾ ബിരിയാണി വെച്ചിട്ട് ഒരു ഒമിനി വാൻ ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. बिरयानी अच्छा था ना? अच्छा, सुपर സൂപ്പർ सुपर സൂപ്പർ. അപ്പോൾ നമ്മുടെ ബിരിയാണി സ്ഥിരമായിട്ട് കഴിക്കുന്ന JSS കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവരോട് തന്നെ അഭിപ്രായം ചോദിക്കുക. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബിരിയാണി? നല്ല ടേസ്റ്റാണ്. ഇവിടെ മിതമായ വിലയ്ക്ക് ഞങ്ങൾക്ക് അടുത്ത് വേറെ ഒരു ഫുഡും ഇത്ര നല്ല കിട്ടാറില്ല. നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് എന്താ പറയാനുള്ളത്? പിന്നെ ഫ്രീ ഡെലിവറിയാണ്, ചെറിയ പൈസക്ക് 60 രൂപയ്ക്ക് നല്ല ലാഭമാണ്. നല്ല ബിരിയാണി വീട്ടിലുണ്ടാക്കി നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങൾക്ക് മൈസൂർ ഞങ്ങളിവിടെ വന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മലയാളി ഫുഡ് ബിരിയാണി സെൻറ്റർ ഇവിടെ തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സഹായമാണ്. പേരെന്തായിരുന്നു? നന്ദന. മോളെ പേരോ? സ്നേഹ. മോളതോ? മിന്റു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബിരിയാണിയുടെ സെയിൽ കഴിഞ്ഞു. അത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ കഴിയും. കാരണം ഞങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കോളേജ് കുട്ടികളെയാണ്. അവർ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളത് കഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ റൂമിലാണുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് മൈസൂർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഫാമിലിയൊക്കെ ആയിട്ട് ബസ്സിലേക്കാണ് വരുന്നത്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഭക്ഷണം അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ മൈസൂർ ഏവാണോ സ്പോട്ട് എന്ന് വെച്ചാൽ ചൂടോട് കൂടിയിട്ട് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, സദ്യ ആണെങ്കിൽ സദ്യ ഞങ്ങൾ എത്തിച്ചു നൽകും. അതും തുച്ഛമായ വിലയ്ക്കാണ് ഇവിടെ നൽകുന്നത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള, ഇവിടെ വിദ്യാർത്ഥികളൊക്കെ, പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഒന്നും പുറത്തു പറയില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഇതിൽ നിന്ന് തുച്ഛമായ ഇപ്പോൾ ലാഭമാണ് കിട്ടുന്നത്. എന്നാൽ പോലും അവന്നൊരു വിഹിതം ഇവിടെ പഠിക്കുന്ന മൈസൂർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാനും തയ്യാറാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ സംരംഭത്തിന് മൈസൂരിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതത്തിന്റെ ഒരു വിഹിതം ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന, മൈസൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി സുശാന്ത് തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈസൂരിലെ എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു.